അങ്ങനെ 8-9 മണിക്കൂർ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് വേറെ എവിടെയല്ല നമ്മുടെ കൊടൈക്കനാൽ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ റൂമിലെത്തി. ചെക്ക് ഇൻ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു 9:30-ആണെങ്കിലും ഞങ്ങൾ നിർത്തി എത്തിക്കഴിഞ്ഞപ്പോൾ 11:30 ആയിട്ട്. ആർക്കും വലിയ കാര്യമായിട്ടുള്ള ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ വണ്ടി നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞതും ഞാൻ ചെക്കനെ പടച്ചട്ടി കാണിക്കാൻ തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പാണ്, കാലൊന്നും നിലത്ത് കുത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ചോദിക്കും കൈ കുത്തിയിട്ടാണ് പോയിരുന്നത്. അങ്ങനെയല്ല, നമ്മൾ ചെരുപ്പില്ലാണ്ട് കാല് ടൈലിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മരവിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൈയൊക്കെ ഭയങ്കര ഇച്ചിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ഓവറായിട്ട് തണുപ്പടിച്ച് കഴിഞ്ഞാൽ കൈയും ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ചെയ്യുന്ന ഫീൽ തോന്നും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കുമ്പോൾ ഇവിടെ നല്ലാട്ട കഴിച്ചത് വേറൊരു സ്ഥലത്ത് നിന്നാണ്. കാരണം കയറിയ അവിടെ നമുക്ക് നോണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെജ് ഉണ്ടായിരുന്നില്ല. ഈ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ചെറുതായിട്ട് മുട്ടയൊക്കെ വെജിൽ പെടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലെത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാൻ, കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഭയങ്കര തണുപ്പായിരുന്നു, ബെഡിലൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പടച്ചൊട്ട് കഴിഞ്ഞിട്ട് നേരെ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കറങ്ങാൻ പോവുക, അവിടെ പുതിയതായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ട്രൈ ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഇത് ജസ്റ്റ് ഒരു ഗെയിം ആയിരുന്നു കേട്ടോ. 30 രൂപയ്ക്ക് 10 ഷോട്ട് കിട്ടും. അതിൽ ചിക്കുമോൻ വൻ പരാജയമായിരുന്നു. ആൾ 2 ഷോട്ട് അങ്ങോട്ട് എടുത്തുള്ളൂ, ബാക്കിയൊക്കെ ബലൂൺ പൊട്ടിച്ചത് ഞാനാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു ബോട്ടിങ്ങിന് പോകാന്നുള്ളത്. 3 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഒന്ന് 2 സീറ്റർ, പിന്നെ ഒരു 4 സീറ്റർ, പിന്നെ ഒരു 6 സീറ്ററിൻ്റെ എന്തോ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഈ 6 സീറ്റിൻ്റെ പറഞ്ഞതിൽ അവരുടെ ഗൈഡാണ് കേട്ടോ ചവിട്ട്. അത് വലിയ എയിം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഈ 4 സീറ്റർ എടുത്തുട്ടോ. ഇതിൽ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കുമോനും അമ്മയ്ക്കും നല്ല എളുപ്പമായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.